സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വന്യജീവി ശല്യം നേരിടുന്ന ജില്ലകളിലൊന്നായ മലപ്പുറം ജില്ലയിലെ കുടിയേറ്റ ജനത പുതിയ സർക്കാരിൽ ഏറെ പ്രതീക്ഷയിലാണ്. വനമന്ത്രിയുടെ ഓഫീസിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കോൾ സെന്റർ തുറക്കുവാനുള്ള തീരുമാനം മലയോര ജനതയ്ക്ക് പുതുപ്രതീക്ഷ നൽകിയിട്ടുണ്ട്. കാട്ടാന ഉൾപ്പെടെയുള്ള വന്യജീവികൾ കൃഷിയിടത്തിലേക്ക് ഇറങ്ങാതിരിക്കുവാനുള്ള കാര്യക്ഷമമായ പദ്ധതികൾ നടപ്പിലാക്കണം എന്നാണ് കാർഷിക കുടുംബങ്ങളുടെ നിരന്തരമുള്ള ആവശ്യങ്ങൾ. കാട്ടുമൃഗശല്യം മൂലം മലയോരത്ത് കൃഷി അസാധ്യമായിരിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. മന്ത്രി ഓഫീസിൽ കോൾ സെന്റർ തുറന്നാലും അപകട മേഖലയിലേക്ക് ഓടിയെത്തുന്നതിന് ജില്ലയിലെ റാപ്പിഡ് റെസ്പോൺസ് ടീം, വനം ദ്രുതകർമ്മസേന പ്രവർത്തനം കുറേക്കൂടി കാര്യക്ഷമമാക്കണം. ജില്ലയിൽ നിലമ്പൂർ നോർത്ത്, സൗത്ത് ഡിവിഷനുകളിൽ 2 വനം ദ്രുതകർമ്മ സേനകളാണ് ഉള്ളത്. ഇതിൽ തന്നെ സൗത്ത് ഡിവിഷൻ കേന്ദ്രീകരിച്ചുള്ള സേനയിലുള്ള ഉദ്യോഗസ്ഥർക്ക് താൽക്കാലിക ചുമതലയാണ് നൽകിയിട്ടുള്ളത്. സേനയിലെ ഉദ്യോഗസ്ഥരെ സ്ഥിരപ്പെടുത്തി മതിയായ പരിശീലനം നൽകി കാര്യക്ഷമമാക്കണം. നിലമ്പൂർ കേന്ദ്രീകരിച്ച് ഒരു സേന കൂടി രൂപവൽക്കരിക്കണം. നാട്ടിലേക്ക് ഇറങ്ങുന്ന കാട്ടാന ഉൾപ്പെടെയുള്ള വന്യജീവികളെ തുരത്തുവാൻ തോക്കുൾപ്പെടെയുള്ള മതിയായ ആയുധങ്ങൾ സേനയ്ക്ക് നൽകണം. പൊന്നാനി, തിരൂരങ്ങാടി പോലുള്ള തീരദേശ മേഖലകളിൽ പുതിയ ഫോറസ്റ്റ് സ്റ്റേഷനുകൾ അനുവദിക്കണം. അടുത്ത കാലത്ത് കുറുനരി, മയിൽ, കാട്ടുപന്നി എന്നിവയുടെ ശല്യം തീരദേശ മേഖലകളിൽ ഏറെ വർദ്ധിച്ചിട്ടുണ്ട്. നിലമ്പൂരിൽ നിന്നാണ് ഇവിടേക്ക് വനം ജീവനക്കാർ ഏറെ യാത്ര ചെയ്തെത്തുന്നത്. സ്റ്റേഷനുകളുടെ വലുപ്പത്തിനനുസരണമായി ഓരോ ഫോറസ്റ്റ് സ്റ്റേഷന് കീഴിലും ബ്ലോക്ക് തല പ്രൊട്ടക്ഷൻ സ്റ്റേഷനുകൾ രൂപീകരിക്കണം എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം. ജില്ലയിൽ നിലമ്പൂർ നോർത്ത്, സൗത്ത് എന്നിങ്ങനെ 2 ഫോറസ്റ്റ് ഡിവിഷനുകളാണ് ഉള്ളത്. നോർത്തിൽ വഴിക്കടവ്, നിലമ്പൂർ, എടവണ്ണ 3 റേഞ്ചുകളും സൗത്തിൽ കാളികാവ്, കരളായി എന്നിങ്ങനെ 2 റേഞ്ചുകളുമാണുള്ളത്. 11 ഫോറസ്റ്റ് സ്റ്റേഷനുകളും 2 സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസുകളുമാണ് റേഞ്ചുകൾക്ക് കീഴിൽ ജില്ലയിലുള്ളത്. ഇത് അപര്യാപ്തമാണ്. കൂടുതൽ ജീവനക്കാരെ നിയമിച്ച് ഓരോ ഫോറസ്റ്റ് സ്റ്റേഷനുകൾക്ക് കീഴിലും ബ്ലോക്ക് തല പ്രൊട്ടക്ഷൻ ഓഫീസുകൾ സ്ഥാപിക്കണം എന്നാണ് ആവശ്യം. ഇതോടെ വനസംരക്ഷണവും ഒപ്പം വന്യജീവി ഭീഷണിയും ഒരു പരിധിവരെ തടയുവാനാകും. ഗോൾഡ്, പ്യൂർ ഗോൾഡ്. ഗ്രൂപ്പ് നിലമ്പൂർ.